നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ നഗരസഭാ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥികളോട് 3 ചോദ്യങ്ങൾ, അവയ്ക്കുള്ള ഉത്തരങ്ങൾ. നഗരത്തെയും വാർഡിനെയും എത്രത്തോളം നന്നായി സ്ഥാനാർത്ഥികൾ അടുത്തറിഞ്ഞിട്ടുണ്ടെന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നേരിട്ട് അറിയാനുള്ള അവസരമാണ് മൂവാറ്റുപുഴ ന്യൂസ് ഒരുക്കുന്നത്. വാർഡ് 25 മൂവാറ്റുപുഴ ക്ലബ്ബ്. സിറ്റിംഗ് കൗൺസിലറായ NDAയിലെ ബിന്ദു സുരേഷ് കുമാർ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണിത്. UDFിലെ രജിത P, LDFിലെ സിനി വിജയൻ എന്നിവരാണ് മറ്റ് 2 സ്ഥാനാർത്ഥികൾ. ആകെ 757 വോട്ടർമാർ. സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. വോട്ടർമാർ അറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറി, ഫെസി ബ്യൂട്ടി വെൽ മൂവാറ്റുപുഴ. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയാണ്. കുടിവെള്ളം അല്ലെങ്കിൽ റോഡ്, ലൈറ്റ്, അതെല്ലാം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായി നിൽക്കുന്നുള്ളൂ. കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് നമുക്ക് എല്ലാ റോഡുകളും അല്ലെങ്കിൽ എല്ലാ റോഡുകളിലും ലൈറ്റ് സ്ഥാപിക്കാനും റോഡുകൾ നന്നാക്കാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കുറച്ച് നാളുകൾക്ക് വർക്കിൻ്റെ ഒരു ഇതുമൂലം 1-2 റോഡുകൾ ചെയ്യാൻ ബാലൻസ് നിൽക്കുന്നുണ്ട്. അത് ഉടൻ തന്നെ പരിഹരിക്കപ്പെടും. വേറെ പൊതുവായ പ്രശ്നങ്ങളൊന്നും നിലവിലില്ലാത്ത ഒരു വാർഡാണ്. ഈ വാർഡിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് വികസന മുരടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശാന്തിനഗറിൻ്റെ പ്രധാന കവാടമായ ഈ റോഡ് തന്നെ നിങ്ങൾ കാണുന്നത് പോലെ വളരെയധികം പൊട്ടിപ്പൊളിഞ്ഞ, ഗതാഗത യോഗ്യമല്ലാതെ ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന രീതിയിലാണ്. മെയിൻ എൻട്രൻസ് തന്നെ ഇങ്ങനെയാണെങ്കിൽ വാർഡിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കാണുന്ന വിഷയങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അടുത്തതെന്ന് പറയുന്നത് നഗര സൗന്ദര്യവൽക്കരണം നടന്നു എങ്കിൽ പോലും വാർഡിൻ്റെ പല ഭാഗങ്ങളിലും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ, പല ഭാഗത്തു നിന്നായി കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാതെ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. അത് നമ്മൾ പല പ്രാവശ്യങ്ങൾ ഊന്നി പറയുന്നുണ്ടെങ്കിലും അത് വ്യക്തികളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ തള്ളിപ്പോവുകയാണ്. അടുത്തായി 3ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടി ഉണ്ട് ഇവിടെ. അംഗൻവാടിയുടെ സമീപ പ്രദേശത്ത് ആദ്യമേ അംഗൻവാടി ഒരു പബ്ലിക് ടോയ്ലറ്റ് ആയിരുന്നു. അതിനുശേഷമാണ് അംഗൻവാടിയായി റീകൺസ്ട്രക്ട് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. സമീപ പ്രദേശങ്ങളിലുള്ള കടകളിലെ എല്ലാ ആളുകളും അവരെല്ലാവരും വന്ന് യൂറിനേറ്റ് ചെയ്യുന്ന അംഗൻവാടിയുടെ സമീപ പ്രദേശത്താണ്. ഈ ദുർഗന്ധവും പേറിയാണ് നമ്മൾ മൂവാറ്റുപുഴ ക്ലബ്ബ് നിവാസികളും ഈ കൊച്ചു കുട്ടികളും എല്ലാം നടന്നു പോകുന്നത്. മഴ പെയ്യുന്ന സമയത്ത് വളരെ ദുരിതപൂർണമായ ഒരു സാഹചര്യമാണ്. ഈ മൂത്രത്തിൽ കൂടെ നടക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ വാർഡിൽ ഞാൻ കയറി നോക്കിയത് വെച്ച് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് ഈ വാർഡിൻ്റെ റോഡുകൾ, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ നല്ല രീതിയിലാക്കണം. ഇത് നമ്മുടെ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന വാർഡായതിനാൽ ഇവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ നല്ല രീതിയിലാക്കണം. സ്ട്രീറ്റ് ലൈറ്റുകൾ അത് മെച്ചപ്പെട്ട രീതിയിലാക്കണം. ഇപ്പം നമ്മുടെ വാർഡ് വളരെ സാംസ്കാരികമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുകയാണെങ്കിൽ പോലും പുതുതലമുറകളെല്ലാം വിദേശത്താണ്. അപ്പം അവിടുത്തെ ആ വിദേശത്തുള്ള കുട്ടികളുടെ കാരണവന്മാരെല്ലാം നമ്മുടെ വാർഡിൽ പല വീടുകളിലും ഒറ്റപ്പെട്ടും ഒക്കെ താമസിക്കുന്നത്. അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, അവർക്കൊരു ഉല്ലാസപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. പിന്നെ റെസിഡൻസ് അസോസിയേഷനുകൾ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനൊരു മുൻതൂക്കം ഞാൻ കൊടുക്കും. കാരണം ഈ ആളുകൾ പരസ്പരം കണ്ടുമുട്ടാനും ഈ കാരണവന്മാർ തന്നെ വീട്ടിലിരിക്കുമ്പോൾ അവർക്കൊരു ഒരു വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ചെയ്യുക എന്നുള്ളത് എൻ്റെ മനസ്സിൽ കാണുന്നൊരു സ്വപ്നമാണ്. റെസിഡൻസ് അസോസിയേഷനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ ശ്രമിക്കും. പിന്നീട് നമ്മൾ ഈ പറയും പോലെ വെള്ളപ്പൊക്കം നേരിടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആധുനിക കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ സാധ്യതകൾ നമ്മൾ കണ്ടെത്തി ചെയ്യാനും ശ്രമിക്കും. ഏറ്റവും ആദ്യം നമ്മളുടെ റോഡിൻ്റെ റീടാറിങ്ങും അതിനനുബന്ധിച്ചിട്ടുള്ള പാച്ച് വർക്കുകളും തന്നെയായിരിക്കും, ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ആദ്യമായിട്ട് എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത് നമ്മുടെ കുളിക്കടവുകളുടെ നവീകരണം. അത് അങ്ങനെ പറയുമ്പോൾ ഇവിടെ പലരും പറയുന്നുണ്ട് കുളിക്കടവുകൾ നവീകരിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന്. കാരണം കുളിക്കടവുകൾ സജീവമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബാഹ്യമായ ശക്തികളിൽ നിന്നുള്ള സാമൂഹ്യ വിരുദ്ധരുടെ
കുഞ്ഞാട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഇവിടെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. നമ്മളുടെ കുട്ടികൾക്ക് സമാധാനമായിട്ട് ഇവിടെ ഇറങ്ങി ഏറ്റവും നല്ല മൂവാറ്റുപുഴയിലെ ഏറ്റവും നല്ലൊരു ടൗൺഷിപ്പാണ് നമ്മുടെ മൂവാറ്റുപുഴ ക്ലബ്ബ് എന്ന് പറയുന്നത്. ആ ഒരു ക്ലബിൻ്റെ പരിപൂർണത, അതിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാവുന്ന രീതിയിൽ ഏറ്റവും നല്ല അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ് അടുത്ത ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മളുടെ അംഗൻവാടിയുടെ പ്രശ്നം ഞാൻ പറഞ്ഞു. അതിൽ സമീപ പ്രദേശത്തുള്ള എല്ലാ ഷോപ്പ് ഓണേഴ്സിൻ്റെയും സഹകരണത്തോടു കൂടി അവിടെ ഒരു ടോയ്ലറ്റ് സ്ഥാപിക്കാനുള്ള നടപടിയായിരിക്കും അടുത്തത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ജനകീയ സമിതി വിളിച്ചുകൂട്ടി കൃത്യമായി വാർഡ് സഭകൾ നല്ലപോലെ കൊണ്ടുപോയി സുതാര്യമായ അഴിമതിരഹിതമായ ഒരു ഭരണം എനിക്ക് നൽകാൻ കഴിയുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാനുള്ളത്. ഞാൻ ജയിച്ചു കഴിഞ്ഞ് വന്നാൽ ഏറ്റവും ആദ്യം ഞാൻ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളും റോഡുകളും നല്ല രീതിയിലാക്കും. കൂടാതെ ഇവിടെ കടവുകൾ വളരെ മോശമായ അവസ്ഥയിലാണ്. കടവുകൾ നല്ല രീതിയിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ ഈ വാർഡിലെ ഓരോ വീടുകളും കയറി അവരുടെ പ്രവർത്തനം, അവർക്ക് എന്നെക്കൊണ്ട് എന്താണ് ആവശ്യമെന്ന് ഞാൻ കേട്ട് മനസ്സിലാക്കി എന്നെക്കൊണ്ടാവും എല്ലാവിധ സഹായങ്ങളും ഞാൻ എല്ലാ ജനങ്ങൾക്കും ചെയ്തു കൊടുക്കും. മൂവാറ്റുപുഴ നഗരം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം ഒരു ഇടുക്കി ജില്ലയുടെ ഒരു കവാടമാണ്. അപ്പോൾ വളരെയധികം ടൂറിസം കേന്ദ്രമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു നഗരമാണ്. അപ്പോൾ തിരക്കുകളെല്ലാം ഒഴിവാക്കി ഒരു മൂവാറ്റുപുഴ ജില്ല തന്നെ രൂപീകരിച്ച് ആളുകളുടെ വളരെ സാംസ്കാരികമായും അല്ലെങ്കിൽ സാമ്പത്തികമായും ഉയർന്ന ഒരു നഗരം വളരെ നല്ല ഒരു ശാന്തസുന്ദരമായി മാറണമെന്നാണ്. മാലിന്യമുക്തമായ ഒരു മൂവാറ്റുപുഴയാണ് നമ്മുടെ സ്വപ്നം. 25 വർഷങ്ങൾക്ക് ശേഷം മൂവാറ്റുപുഴ അതിമനോഹരമായ ഒരു നഗരമാകണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു എറണാകുളത്തിൻ്റെ കിഴക്കൻ മേഖലയായ മൂവാറ്റുപുഴ ഒരു ജില്ല തന്നെയായി സാക്ഷാത്കരിക്കപ്പെടണമെന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. അതിനുവേണ്ടി ആദ്യം നമ്മളുടെ വാർഡ് മാതൃകാ വാർഡാക്കുക എന്നുള്ള സങ്കല്പം തന്നെയാണ്. അതിന് എൻ്റെ വിധ എല്ലാ കഠിന പ്രയത്നങ്ങളും ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ചെയ്യും. 25 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കൊച്ചി മെട്രോ പോലെ നമ്മുടെ നഗരം നല്ല രീതിയിലാവണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. കുടിവെള്ളം, വഴിവിളക്കുകൾ, റോഡ് ഇവയ്ക്ക് തന്നെയാണ് ബിന്ദുവിന്റെ പ്രഥമ പരിഗണന. റോഡ്, വലിച്ചെറിയുന്ന മാലിന്യം എന്നിവയിലാണ് രജിതയുടെ ശ്രദ്ധ. കൂടാതെ ശുചിമുറിയുടെ സമീപത്തായുള്ള അങ്കണവാടി ദുർഗന്ധമില്ലാത്ത വിധം പരിഷ്കരിക്കുന്നതിലും രജിതയുടെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട്. റോഡുകൾ നന്നാക്കുന്നതിനും തെരുവ് വിളക്കുകൾ തെളിക്കുന്നതിനുമാണ് സിനിമോൾ ആദ്യം ശ്രമിക്കുന്നത്. ബിന്ദുവിന്റെ 5 വർഷ അജണ്ടയിൽ കുട്ടികൾ, വിദേശത്തുള്ള മാതാപിതാക്കളുടെ കൂട്ടായ്മയും റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തലും വെള്ളപ്പൊക്കത്തെ നേരിടാൻ ഇപ്പോഴുള്ളതിൽ നിന്നും മെച്ചപ്പെട്ട മാർഗങ്ങൾ തേടലും ഇടം പിടിച്ചിട്ടുണ്ട്. രജിതയുടെ പദ്ധതികൾ റോഡ് പാച്ച് വർക്ക്, റീടാറിംഗ്, കുളിക്കടവ് നവീകരണം, അങ്കണവാടിയിൽ ടോയ്ലറ്റ്, പ്രവർത്തനക്ഷമമായ വാർഡ് സമിതികൾ എന്നിവയാണ്. കടവുകളുടെ നവീകരണവും തെരുവ് വിളക്കുകളും റോഡുകളുടെ ടാറിങ്ങുമാണ് സിനിമോളുടെ 5 വർഷ പരിപാടികളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 25 വർഷങ്ങൾക്ക് ശേഷമുള്ള മൂവാറ്റുപുഴ ജില്ലയാകണമെന്ന് ബിന്ദുവും രജിതയും ആഗ്രഹിക്കുമ്പോൾ മെട്രോ നഗരമാകണമെന്ന് സിനിമോൾ ആശിക്കുന്നു. 25 മൂവാറ്റുപുഴ ക്ലബ്ബ് വാർഡിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ കണ്ടത്. മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വീണ്ടും കാണാം. നന്ദി. വോട്ടർമാർ അറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറി, ഫെസി ബ്യൂട്ടി വേൾഡ് മൂവാറ്റുപുഴ.